സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ഈ ഒരു 1st-നോ 15th-നോ തൊട്ട് ഞാൻ നിർത്താൻ പോവുകയാണെന്ന്, സിഗരറ്റ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുക. അത് നമ്മുടെ കുടുംബാംഗങ്ങളോട് പങ്കുവെക്കുക. പിന്നെ അവരുടെയും കൂടെ സഹകരണം വേണം നമുക്ക് ഇതുപോലെ നമുക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. പിന്നെ നമ്മുടെ പുകവലി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലൈറ്റേഴ്സും സിഗരറ്റ് പാക്കറ്റ്സും വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം പാടെ അതെടുത്ത് ദൂരെ കളയുക. പിന്നെ നമുക്ക് യൂഷ്വലി സ്മോക്ക് ചെയ്യുന്ന ഒരു യൂഷ്വൽ ടൈം കാണുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും നമുക്ക് ഹോബീസിൽ കുറച്ചുകൂടെ ഉൾപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൂടെ ഒരു പ്രൊഡക്റ്റീവ് ടൈം സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഗാർഡനിങ്ങോ അങ്ങനത്തെ ഒരു പുതിയ ഹോബീസൊക്കെ പെർസ്യൂ ചെയ്യാമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ പിന്നെ ആ ശ്രദ്ധ ഒന്ന് മാറിക്കിട്ടിയാലും, എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ശ്രദ്ധ മാറിക്കിട്ടിയാൽ പെട്ടെന്ന് അഡിക്ഷൻ മാറില്ല. എന്നിരുന്നാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ശീലമാണ് പുകവലി. സ്മോക്കിംഗ് സെസേഷൻ പോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി ശ്വാസകോശം ആരോഗ്യം നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് വ്യായാമം, നല്ലതായിട്ട് ഒരു സമീകൃത ആഹാരം. പിന്നെ ഉള്ളത് നമുക്ക് വാക്സിനേഷൻസ്. നമ്മുടെ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്ലൂ വാക്സിന്, ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോണിയയുടെ വാക്സിനും ഇപ്പം സുലഭമാണ്. അപ്പം എന്തായാലും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമേ ഈ വാക്സിനേഷൻസ് എടുക്കാവുള്ളൂ. പിന്നെ മറ്റ് അലർജിയൊക്കെ ഉള്ളവർ എന്തായാലും തീർച്ചയായിട്ടും ഡോക്ടറെ അഡ്വൈസ് ചോദിച്ചിട്ട് വേണം ഈ വാക്സിനേഷൻ എടുക്കാൻ. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, നമ്മുടെ പിന്നെ ജീവിത രീതിയിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുക. ഇപ്പോഴത്തെ നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ കുറച്ച് പ്രോപ്പറായിട്ട് ഉറങ്ങുക, ഒരു സമീകൃത ആഹാരം കഴിക്കുക, അഡിക്വേറ്റ് ആയിട്ട് വ്യായാമം ചെയ്യുക. ഇത് പിന്നെ ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയാണെങ്കിൽ പിന്നെ അതിലും എന്തെങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ പിന്നെ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തി പോകാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. സ്മോക്കിംഗ് സെസേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം സ്മോക്കിംഗ് സെസേഷൻ ട്രീറ്റ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പേഷ്യൻറ്റിനൊരു അവബോധം ഉണ്ടാക്കുക. ഇതിൻ്റെ ഹാർംഫുൾ ഇഫക്ട്സിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് സ്മോക്കിംഗ് ഉപേക്ഷിച്ചാൽ ആൾക്കുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. അഥവാ ഇനി നമ്മൾക്ക് അദ്ദേഹത്തിന് ഇത് നിക്കോട്ടിൻ്റെ അഡിക്ഷൻ ആയിട്ട് വന്ന് നമുക്ക് മറ്റ് ഉപേക്ഷിക്കാൻ ഒരു തടസ്സമുണ്ടെങ്കിൽ നമുക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെ പറ്റി നമുക്ക് അഡ്വൈസ് കൊടുക്കാം. നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്നവർക്ക് അഡിക്റ്റീവ് ആയിട്ടുണ്ടാക്കുന്ന സിഗരറ്റ് സ്മോക്കിൽ ഉണ്ടാകുന്ന നിക്കോട്ടീനാണ് കണ്ടൻറ്റാണ്. അപ്പോൾ നിക്കോട്ടിൻ പാച്ചസ് ആയിട്ടും ഗമ്മായിട്ടും സ്കിൻ പാച്ചായിട്ടും ലോസഞ്ചസുമായിട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇത് പേഷ്യൻ്റ് എത്ര സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നു അതനുസരിച്ചിട്ട് ആണ് നമ്മൾ എത്ര അതിൻ്റെ ഡോസ് തീരുമാനിക്കുക. നമ്മുടെ ഈ സ്കിൻ പാച്ച് ആയാലും നമ്മുടെ ഗമ്മായാലും പിന്നെ ലോസഞ്ചസ് ആയാലും അതിനകത്തുള്ള നിക്കോട്ടീൻ്റെ അളവ് തീരുമാനിക്കുക ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ക് ബൈ ദ പേഴ്സൺ പെർ ഡേ ആണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പറ്റുന്നില്ല എന്നാലും ഒരു ക്രേവിങ് വരുന്നുണ്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മൾ ഫാർമക്കോതെറാപ്പി എന്ന് പറയും. നമുക്ക് അതിനുള്ള മരുന്നുകൾ കൊടുത്ത് നമ്മൾ നിർത്താൻ സഹായം ചെയ്യാറുണ്ട്. നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കഴിഞ്ഞിട്ടും രോഗിക്ക് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ കൊടുത്ത് നമുക്ക് സ്മോക്കിങ്ങിന് ഒരു അവേർഷൻ ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള
മരുന്നുകൾ അത് യൂഷ്വലി നമ്മൾ രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് അത് കൊടുക്കാറുള്ളത്. നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് നമ്മൾ സാധാരണയായി നമുക്ക് പുകവലി നിർത്താനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് യൂഷ്വലി നിക്കോട്ടിൻ്റെ ആ ക്രേവിങ് പേഷ്യൻറ്റിന് ഇല്ലാതാവുകയും നമുക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കഴിഞ്ഞിട്ട് പുകവലിക്കുന്നവരുണ്ട്, പുകവലിയിലോട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആണ് നമ്മൾ മരുന്ന് വഴി നമ്മൾ കൊടുത്ത് നമ്മൾ സ്മോക്കിംഗ് നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇത് യൂഷ്വലി നമ്മൾ അതിന് പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്, കാർഡിയാക് ഫങ്ഷൻസും എല്ലാം നോക്കേണ്ടതുണ്ട്. യൂഷ്വലി അഡ്മിറ്റ് ചെയ്തിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഈ മരുന്നുകളുടെ ഇത് കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നത്, ഈ മരുന്നുകൾ കൊടുക്കുന്നത് നമുക്ക് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ അതിനൊരു അവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മരുന്നുകളുടെ ആക്ഷൻ അങ്ങനെയാണ്. നമ്മൾ ഈ പുകവലിക്കുമ്പോൾ അതിന് നമ്മളുടെ ശരീരത്ത് റിയാക്ഷൻസ് വരികയും രോഗി പുകവലി നിർത്തുകയും ചെയ്യുന്നതുമാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് സാധാരണ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെ പോലെ അത്ര അങ്ങ് സിമ്പിളല്ല. എന്തായാലും ഇതിന് ഒരു ഡ്രഗ് ആയതുകൊണ്ട്, ഒരു മരുന്നായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പാർശ്വഫലങ്ങളും ഉണ്ട്. അതുകൊണ്ട് യൂഷ്വലി അഡ്മിറ്റഡ് ആയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ സൈക്കോളജിസ്റ്റിൻ്റെയും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയും അവരുടെയും കൂടെ അഡ്വൈസും അവരെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ ഫാർമക്കോതെറാപ്പി കൊടുക്കുന്നത്, ഈ സ്മോക്കിംഗ് സെസേഷന് വേണ്ടിയിട്ട്. പക്ഷേ അത് ഈ നമ്മളുടെ ആദ്യത്തെ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലും നമ്മളുടെ ആദ്യത്തെ കൗൺസിലിങ്ങിലും ഒക്കെ പിന്നെ വിജയിക്കാത്ത ആൾക്കാർ ഇതുപോലെ ഈ ഒരു ഫാർമക്കോതെറാപ്പിയിൽ പിന്നെ അവർക്ക് പുകവലി ആ ഒരു ക്രേവിങ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്.